വെൽക്കം ടു ക്രോണിക്കിൾസ് ഓഫ് എ ഡേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവമാണ് കൊഴുക്കട്ട. അതിനായി ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എത്രയാണോ അരിപ്പൊടി എടുത്തത് അത്രയും അളവിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിച്ച് അരിപ്പൊടിയിലേക്ക് കുറേശ്ശെയായി ആഡ് ചെയ്യുക. ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചൂടൊന്നു കുറഞ്ഞ ശേഷം കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ച് സോഫ്റ്റ് പരുവത്തിലാക്കി മാറ്റിവെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങയിട്ട് നന്നായി ചൂടാക്കുക. ചൂടായ ശേഷം ശർക്കര പാനി ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കുക. ശർക്കര പാനി നന്നായി വറ്റണം. ശേഷം ഏലക്കാപ്പൊടിയും ജീരകവും ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കുക. ഇത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കൊഴുക്കട്ട സ്റ്റീം ചെയ്യാനുള്ളത് വെക്കാം. അതിനായി അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് കൊഴുക്കട്ട ഉരുട്ടിയെടുക്കാം. അതിനായി മാവ് നന്നായി പരത്തി ഉള്ളിലേക്ക് ഫില്ലിംഗ് വെക്കാം. നമുക്കതിനെ സ്റ്റീം ചെയ്യാൻ വെക്കാം. ഉരുട്ടിയെടുത്ത കൊഴുക്കട്ടയെല്ലാം നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് നമുക്ക് പാകം ചെയ്ത് എടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ കൊഴുക്കട്ട റെഡിയായി കിട്ടുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.